ഉച്ചതിരിഞ്ഞ് ഞങ്ങൾ അമ്മയും മക്കളും ഒന്ന് നടക്കാനായി ഇറങ്ങിയതാണ്. അടുത്തുള്ള അമ്പലത്തേക്ക് പോകാമെന്നാണ് കരുതിയത്. ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകി. അപ്പം പിന്നെ അമ്പലം ക്യാൻസൽ ചെയ്ത് വെറുതെ മണ്ണുത്തി വരെ നടന്ന് പോവാം. ആ മണ്ണുത്തിക്ക് പോകുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു അമ്പലമുണ്ട്. അങ്ങനെ ഞങ്ങൾ തൊഴാനായിട്ട് പോവാറുണ്ട്. ഇപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെ നടന്ന് ഞങ്ങൾ മൂന്നാളും കൂടി പോവുട്ടാ. നല്ല രസമാണ് അങ്ങനെ ഉച്ചതിരിഞ്ഞിട്ട് ഓരോ വർത്തമാനങ്ങളും പറഞ്ഞ് നടക്കാനായിട്ട്. അപ്പോൾ പോണ വഴി കുളത്തിലൊന്ന് ഇറങ്ങി. ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുളം തന്നെയാട്ടോ. ഞാൻ ഇതുവരെ ഇവിടെ ഇറങ്ങി ഇങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ഒന്ന് നോക്കും, അതല്ലാണ്ട് ഇവിടെ ഇറങ്ങി കണ്ടിട്ടില്ല. അപ്പോൾ വൃത്തിയാക്കി 4 സൈഡും നല്ല ഭംഗിയാക്കി ഇതിൻ്റെ ആ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ കെട്ടിയിട്ടുമുണ്ട്, കൈവരിയൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും വരാമെന്ന് കരുതി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ റൂട്ട് മണ്ണൂത്തി നടത്തറ റൂട്ടാണ് കേട്ടോ. കുറച്ച് വഴിയുണ്ട് മണ്ണൂത്തിക്ക് നടത്തറയെന്ന്. ഇച്ചിരി ക്ഷീണിച്ചു, എന്നാലും കുഴപ്പമില്ല, വെയിലൊന്നും ഇല്ലല്ലോ. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെ എത്തി. ഇത് മണ്ണൂത്തി യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ അകത്താവുമ്പോൾ വണ്ടികളോ അങ്ങനെയൊന്നുമില്ല, സമാധാനമായി നടക്കാം. ഇപ്പം ഈ മരത്തുമ്മ കണ്ടത് നിറച്ച് കിളികളാണ് ഇരിക്കണത്, മനസ്സിലാവില്ല. ചെറിയ ചെറിയ കിളികൾ. അപ്പോൾ ഒരു കൂട്ടം വന്നിരുന്നപ്പോഴും കണ്ടില്ലേ, അതുമ്മ ഇരിക്കണത് നമ്മളറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ണുകൊണ്ട് കാണാൻ. വീഡിയോയിൽ അത്ര കാര്യമായിട്ട് കിട്ടിയില്ല. അങ്ങനെ നടക്കണ വഴിയിലെ ഒരു ഗുണ്ടപ്പക്രു പട്ടിക്കുട്ടനെ കണ്ടു. നല്ല മുതുക്ക് പട്ടിയാട്ടാ. ഇതിൻ്റെ അകത്ത് കുറേ പട്ടി പൂച്ചേനൊന്നും കണ്ടില്ല, പട്ടികൾ തന്നെയാണ് അധികം ഉള്ളത്. അത് അവിടെയുള്ള നേഴ്സ് കുട്ടികൾ അതിന് ഓരോ പേരൊക്കെ ഇട്ടുണ്ട്. ഞാനിവിടേക്ക് മുന്നേ വന്നിട്ടുണ്ട് പട്ടീനും പൂച്ചേനൊക്കെ കൊണ്ട്. ഇത്ര വിസ്താരമായിട്ടൊന്നും അന്ന് കണ്ടിട്ടില്ല. നമ്മൾ ഭയങ്കര ടെൻഷനിലാണല്ലോ വരെ. ഇവർക്ക് വയ്യാണ്ടാവുമ്പോഴൊക്കെയാണ് ഇതിൻ്റെ അകത്തേക്ക് കിടക്കുക. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ സൗന്ദര്യമൊന്നും കാണാനുള്ള ശേഷി അന്ന് ഉണ്ടാവില്ല. ഇന്നാണ് ഇതിൻ്റെ അകം ഫുള്ള് കാണുന്നത്. ഇവിടെ പഠിക്കുന്നവർക്കും ഒട്ടും ബോറടിക്കില്ല കേട്ടോ. അതിനുള്ള ഒരു സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലത്തെ മെയിൻ സാധനമാണ് ഈ ഊഞ്ഞാൽ. ഇത് കണ്ട വഴി ഓടി ഞങ്ങൾ വന്നിരുന്നു. മത്സരമായിരുന്നു അതിലിരിക്കാനായിട്ട്. എനിക്ക് ആ കാലൊന്നും നേരെ വെക്കാൻ പറ്റണില്ല. ഇയർ ബാലൻസ് ഉള്ള തന്നെ വീഴാൻ പോണ പോലെയൊക്കെ തോന്നാം. അപ്പം ഞാൻ ആലോചിക്കാം, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ചോരത്തിളപ്പ് അല്ലാണ്ട് എന്താ പറയുക, എന്ത് സ്പീഡിലൊക്കെ ആടിയതാണ്. ഇപ്പോൾ ചോരയൊക്കെ തണുത്ത് മരവിച്ച് പോയി. ഇപ്പം ഇവരൊക്കെ ആടുമ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തേക്ക് പോവുക. പിന്നെ ഈ ഊഞ്ഞാൽ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, 1.5 ഊഞ്ഞാല. ഇത് ആകാശത്തെ കൊണ്ട് കെട്ടിയേക്കുന്നത്. ആ മരത്തിൻ്റെ വലിപ്പം കണ്ട, ഒരു വലിയൊരു മുതുക്ക് മര. ഈ ഊഞ്ഞാൽ കെട്ടിയ ആൾ എന്തായാലും സമ്മതിക്കണം കേട്ടോ, അത്രയും ഹൈറ്റിൽ പോയിട്ട് കെട്ടിയില്ലേ. പിന്നെ കയറിനൊന്നും വലിയ കുഴപ്പമില്ല. അടിഭാഗത്ത് ആ പലകേമെന്ന് അങ്ങോട്ട് ഒരു മഞ്ഞക്കയറുണ്ട്, അത് ഇത്തിരി നുറുമ്പിച്ചിട്ടുണ്ട്. മഴയും വെയിലൊക്കെ കൊണ്ട് അത് ഇത്തിരി കേടായിട്ടുണ്ട്. അപ്പോൾ ആടുമ്പോൾ സൂക്ഷിച്ച് ആടിയില്ലെങ്കിൽ കയ്യും കാലൊക്കെ ഒടിഞ്ഞ് കെടുക്കാം. കല്യാണിക്ക് അടി മതിയായി, ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സാധനം അങ്ങോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രൗണ്ടിലേക്ക് എത്തും. എനിക്ക് കാലിന് വളരെ നീളം കൂടുതലുള്ള കാരണം അങ്ങോട്ട് വെക്കാൻ പറ്റണില്ല. ഇനി വീണ് കയ്യും കാലും ഒടിയണ്ടെന്ന് വെച്ച് വലിയ ശ്രമത്തിനും നിന്നില്ല. ഇപ്പം തന്നെ അവൾ ഓടിപ്പോയത് കണ്ട, ആ ഇലയുടെ തുമ്പത്ത് മുഴുവൻ മുള്ള. അതൊന്നും ശ്രദ്ധിക്കണില്ല, അങ്ങോട്ട് ഓടാ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അയ്യോ അമ്മേ. ഈ കണ്ട ഈ ഒരു സംഭവം ഇങ്ങോട്ട് ചാടാൻ പറ്റണില്ല, വളഞ്ഞു മൂക്ക് പിടിച്ചു. അവരൊക്കെ അങ്ങനെ ചാടിയിട്ടാ. മോൻ അങ്ങോട്ട് ചാടി, മോള് തീ കൂടെ തന്നെയാണ് വന്നത്. പുല്ല് കാണുമ്പോൾ കണ്ട വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല. അവൾ തുള്ളിച്ചാടി അവിടെ വരെ എത്തിയിട്ട് പേടിയായി, പാമ്പുണ്ട് എന്ന് വെച്ചിട്ട്. കുറച്ച് പുല്ല് ഇത്തിരി ഹൈറ്റിൽ തന്നെയാണ് നിൽക്കണത്. ഹൈവേ കൂടെ വണ്ടികൾ പോകണമെന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. അത് പാലാണ്, മണ്ണുത്തി പാലം. ഞാനിതുവരെയ്ക്ക് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പാലത്തെ മേക്കൂടെ അങ്ങനെ പോവുമ്പോൾ ഒറ്റ പോക്ക് പോവും, അല്ലാണ്ട് സൈഡ് വലിയ കാര്യമായിട്ട് കാണാൻ പറ്റില്ലല്ലോ നമുക്ക്, താഴ്ന്നിട്ടല്ലേ. അപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി പോകുമ്പോൾ വേണം ഒന്ന് കാണാൻ പറ്റുമോ എന്നുള്ളൊരു നോട്ടം നോക്കാനായിട്ട്. അങ്ങനെ നല്ല ഭംഗിയുണ്ട് വണ്ടികളൊക്കെ പോണ് കാണാനായിട്ട്. ഞങ്ങളവിടെ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴക്കാരൊക്കെ വന്നു. അപ്പോൾ അധികം നേരം അവിടെ നിന്നില്ല, തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇതാണ് മണ്ണുത്തി അമ്പലം. അപ്പോൾ എന്താണ് കർക്കിടകം 1-ൻ്റെയാന്ന് തോന്നുന്നു ലേറ്റൊക്കെ. കുറച്ചധികം നടന്ന് ക്ഷീണിച്ചതല്ല. അപ്പോൾ എന്തെങ്കിലും ലേറ്റായിട്ട് കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു കടയിൽ കയറിയതാണ്. കല്യാണിയുടെ മുഖം ഇരിക്കണ കണ്ട. അവൾക്ക് ഏത് സമയത്തും നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയാലും അവൾക്കുള്ള സാധനം ഉണ്ടാവില്ല. ഇതാണ് നോൺ വെജ് കഴിക്കാത്തതിൻ്റെ പ്രശ്നം. ഇവള് വെജിറ്റേറിയൻ മാത്രമേ കഴിക്കൂ. ഇനി വെജിറ്റേറിയൻ്റെ എന്തെങ്കിലും വാങ്ങിക്കാന്ന് വെച്ചാൽ അത് അവൾക്ക് ഇഷ്ടമുള്ളതാവില്ല. അപ്പം അതിൻ്റെ വിഷമത്തിലാണ് കുട്ടി ഇരിക്കണത്.
പിന്നെ ഞാനും പ്രത്യേകം എന്തോ ഒരു ചിക്കൻ്റെ ഒരു ഐറ്റംസ് കേട്ടോ, എനിക്ക് അതിൻ്റെ പേരും കൂടി ഓർമ്മ കിട്ടണില്ലേ, ഓർമ്മ കിട്ടിയാലും വായ കൊള്ളാത്തൊരു പേരുമാണ്. അത് വാങ്ങി തന്നു. അപ്പോൾ അതും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ പോണ വഴി ഒരു ആന, ആ ചേട്ടൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ ഹോൺ അടിച്ചു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷം. ബൈ.